പത്തനംതിട്ടയിലേക്ക് പോയാൽ പത്തനംതിട്ട കുമ്മണ്ണൂരിൽ കടുവയുടെ ജഡം കണ്ടെത്തിയിരിക്കുകയാണ്. അച്ചൻകോവിൽ ആറിലൂടെ ഒഴുകി വന്നത് എന്നാണ് സംശയിക്കുന്നത്. ജഡത്തിന് 3 ദിവസത്തോളം പഴക്കം എന്നാണ് വനം വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. ശ്രീരാജ് ബാബു ചേരുന്നു വിവരങ്ങളുമായി. ശ്രീരാജ്, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരം? വനം വകുപ്പ് പരിശോധന തുടങ്ങിയിട്ടുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെ? ലക്ഷ്മി, ഇന്ന് രാവിലെ പ്രദേശവാസികളായിട്ടുള്ളവർ തന്നെയാണ് ഈ കടുവയുടെ ജഡം ആദ്യം കണ്ടത്. തുടർന്ന് ഇവർ വനം വകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു. അച്ചൻകോവിൽ ആറ്റിലൂടെ ഒഴുകി വരുമ്പോഴാണ് ഇതുപോലെ പ്രദേശവാസികൾ കണ്ടത്. ഇപ്പോൾ കല്ലേലി ഭാഗത്താണ് ഈ ജഡം അടിഞ്ഞിരിക്കുന്നത്. DFOയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നുണ്ട്. പരിശോധന നടത്തിയ ശേഷമാണ് ഇവർ 3 ദിവസത്തെ പഴക്കമാണ് ഈ ജഡത്തിനുള്ളതെന്ന് സ്ഥിരീകരിച്ചത്. അതുപോലെ തന്നെ 1 വയസ്സിനകത്ത് പ്രായമുള്ള കടുവയാണ്, ചെറിയ കടുവയാണ് ഇപ്പോൾ ഈ ഒഴുകി എത്തിയിട്ടുള്ളത്. നിലവിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾ, വനം വകുപ്പിന്റെ തന്നെ വെറ്ററിനറി ഡോക്ടർമാരെത്തി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച ശേഷം മാത്രമേ ഇത്തരത്തിൽ എന്താണ് മരണകാരണം എന്നുള്ളതിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകൂ. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ കടുവയുടെ ജഡം ഒഴുകി വരുന്നതായി പ്രദേശവാസികളായിരുന്നു ആദ്യം കണ്ടത്. തുടർന്ന് ഇവർ വനംവകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു. എന്തായാലും നിലവിൽ DFOയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെയുണ്ട്, പരിശോധനകൾ നടത്തി വരികയാണ്. കൂടുതൽ വിവരങ്ങൾ, എങ്ങനെയാണ് കടുവ ചത്തത് എന്നതടക്കമുള്ള വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ സ്ഥിരീകരിക്കാനാവൂ. ലക്ഷ്മി.